ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ജോഷുവയോട് കർത്താവ് പറഞ്ഞു, മോശയോടെന്ന പോലെ നിന്നോടുകൂടെ ഞാൻ ഉണ്ട് എന്ന് ഈ ജനം അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഉന്നതനാക്കാൻ പോകുന്നു. കർത്താവിൻ്റെ വാഗ്ദാന പേടകം ചുമക്കുന്നവർ ജോർദാൻ അരികിലെത്തുമ്പോൾ അവിടെ നിൽക്കണം. വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതരോട് നീ കൽപ്പിക്കണം. പേടകം വഹിക്കുന്ന പുരോഹിതൻ്റെ ഉള്ളങ്കാൽ ജോർദാൻ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിൽക്കും. മുകളിൽ നിന്നും വരുന്ന വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കും. ജോഷുവ പറഞ്ഞതു അവർ അനുസരിച്ചു. പുരോഹിതരുടെ കാൽ വെള്ളത്തിൽ തൊട്ടപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. ദൈവത്തിൻ്റെ സ്വന്തം ജനം വരണ്ട നിലത്തുകൂടി നടന്നു. ജനങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും വെള്ളം ഒഴുകുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണണമെങ്കിൽ ദൈവം പറയുന്ന വഴിയിലൂടെ നാം നടക്കണം. അവിടുത്തെ ആജ്ഞ അനുസരിക്കണം. നമ്മെ തന്നെ നമ്മുടെ പാപക്കറകൾ കഴുകണം. അപ്പോൾ നാളെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ.